നമസ്കാരം. സ്കൂളിലെ വൺ ഡേ ട്രിപ്പിൻ്റെ വീഡിയോ ആണിത്. ഇഷ്ടമായാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. അങ്ങനെ നമ്മൾക്ക് ടൂർ പോകാൻ വന്ന ദിവസം വന്നെത്തി. അങ്ങനെ ബസ് വന്നു. പേരൻസും കുട്ടികളും എല്ലാവരും ബസ്സിൽ കയറാൻ തുടങ്ങി. എല്ലാവരും അവരുടെ സീറ്റിലേക്ക് നടന്നു. ഞങ്ങൾക്കും സീറ്റ് കിട്ടി. എല്ലാവരും സീറ്റിലിരുന്നു. പിന്നെ ഞങ്ങൾ യാത്രയായി. അത് കഴിഞ്ഞ് പാട്ടായി, ഡാൻസായി, ആകെ ബഹളം. ഞങ്ങൾ ആദ്യം പോയത് തൃശ്ശൂരുള്ള ഗുരുവായൂരുള്ള ആനക്കോട്ടയിലേക്കാണ്. അവിടെ പോയപ്പോൾ എല്ലാ മക്കളും ഹാപ്പിയായി. അവിടെ ആദ്യം ഞങ്ങൾ രാവിലെ തന്നെ പോയത് കാരണം എല്ലാ ആനകളും ഫ്രഷ് ആവുന്ന തിരക്കിലായിരുന്നു. ഒരാനയെ കിടത്തി കുളിപ്പിക്കുന്നു, ഒരാനയെ നിർത്തി കുളിപ്പിക്കുന്നു. ആകെ ഫ്രഷ് ആവുന്ന തിരക്കിലാണ് അവരെല്ലാം. അങ്ങനെ ഞങ്ങളും കുട്ടികളും കണ്ട് ആസ്വദിച്ച് പോന്നു. ദേ വരുന്നു കുളിച്ച് കുട്ടപ്പനായി ഒരാൾ. നല്ല ഭംഗിയുണ്ട്. ആൾക്ക് കഴിക്കാനുള്ളതുമായിട്ടാണ് ആളുടെ നടപ്പ്. ഞങ്ങളും ദേ ഒരാൾ ഡാൻസ് പാട്ട് വെച്ചാൽ മതി അപ്പോൾ ഡാൻസ് കളിക്കാനായി ഒരാളും. അങ്ങനെ എല്ലാവരും തിരിച്ച് വണ്ടിയിലോട്ട് നടന്നു. ഹരിചരൻ, സച്ചിൻ, ഏതൻ, അദ്വൈത്, സച്ചിൻ, സെല്ലമണി, ഇതള്, പിന്നെ കൂടെ വന്ന കുഞ്ഞുമക്കളൊക്കെ ഇല്ലേ എല്ലാവരും. ടീച്ചർ പേര് വിളിച്ച് വണ്ടിയിൽ എല്ലാവരും ഉണ്ടെന്ന് ഉറപ്പുവരുത്തി ഞങ്ങൾ യാത്രയായി. പിന്നീട് ഞങ്ങൾ എത്തിയത് തൃശ്ശൂരുള്ള സൂവിലോട്ടാണ്. അവിടെ എത്തി ടീച്ചേഴ്സ് എല്ലാവരും ടിക്കറ്റെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. വണ്ടിയിൽ ഞങ്ങൾക്ക് സ്നാക്സ് എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം കഴിച്ച് ഞങ്ങൾ സൂവിലോട്ട് നടന്നു. അവിടെ കൊക്കുണ്ടായിരുന്നു, പിന്നെ ഒട്ടകപ്പക്ഷി ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളതെല്ലാം കണ്ട് നടന്നു. പിന്നെ ഒരുപാട് മാനുകളുണ്ടായിരുന്നു. മാനുകളെല്ലാം കണ്ടു. അങ്ങനെ നടന്ന് ഞങ്ങൾ പിന്നെ ഒരാളിവിടെ എന്താ ചെയ്യുന്നത് നോക്കിയേ. മനസ്സിലായോ ആരാണ്? ഇതാണ് നമ്മളുടെ ഹിപ്പോപ്പൊട്ടാമസ്. പിന്നെ ഒരാളിവിടെ ഭയങ്കര ആലോചനയിലാണ് തോന്നുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നടക്കുന്നുണ്ടായിരുന്നു. എന്താ ആലോചിക്കുന്നതെന്ന് മനസ്സിലാവാത്ത കാരണം ഞങ്ങൾ പിന്നെയും മുമ്പോട്ട് നടന്നു. പിന്നെ അവിടെ നമ്മൾ പൂർവികരുണ്ടായിരുന്നു. അവരെയെല്ലാം കണ്ട് വിശേഷമെല്ലാം ചോദിച്ച് സ്വർണ്ണത്തത്തയുടെ അടുത്തെത്തി. അത് കഴിഞ്ഞ് ഇവിടെ ഒരാളെ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം. അവിടെ പിന്നെ പ്ലേ പാർക്ക് ഉണ്ടായിരുന്നു. അതിലോട്ട് കുട്ടികളും അമ്മമാരും കയറി. അങ്ങനെ കുട്ടികൾ ഓരോന്നായി സ്ലൈഡിലും എല്ലാത്തിലും കയറി രസിക്കാൻ തുടങ്ങി. കുട്ടികളുടെ സന്തോഷമല്ലേ നമ്മളുടെയും സന്തോഷം. അവർ കളിച്ചോട്ടെ എന്ന് ഞങ്ങളും കരുതി. ടീച്ചേഴ്സും പേരൻസും കുട്ടികളെ നല്ലോണം ശ്രദ്ധിച്ചു കേട്ടോ. അത് പറയാതെ വയ്യ. കുട്ടികൾ പ്ലേ പാർക്കിൽ കയറിയാൽ പിന്നെ വരുമോ? എങ്കിലും നല്ല കുട്ടികളായി എല്ലാവരും വന്നു കേട്ടോ. ടീച്ചർ ഐസ്ക്രീം എല്ലാവർക്കും തന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഞങ്ങൾ ആസ്വദിച്ച് കഴിച്ചു. ഉച്ചയായപ്പോൾ വീട്ടിൽ നിന്ന് പാക്ക് ചെയ്ത് കൊണ്ടുവന്ന ഫുഡ് എല്ലാവരും കഴിക്കാൻ തുടങ്ങി. എല്ലാവരും ഉണ്ടെന്ന് ഉറപ്പുവരുത്തി വീണ്ടും ഞങ്ങൾ യാത്ര ചെയ്തു. അവിടെ നിന്ന് ഞങ്ങൾ പോയത് സ്നേഹതീരം ബീച്ചിലോട്ടാണ്. വെയിലായതുകൊണ്ട് തന്നെ ആദ്യം ബീച്ച് വേണോ പാർക്ക് വേണോ? വെയിലായതുകൊണ്ട് തന്നെ വീണ്ടും ഞങ്ങൾ പാർക്കിലോട്ട് തന്നെ പോയി. കുറച്ച് സമയം കഴിഞ്ഞ് പോവാലോ എന്ന് കരുതിയാണ് പോയത്. അങ്ങനെ പാർക്കിൽ കയറി കുട്ടികളെല്ലാം വീണ്ടും കളിക്കാൻ തുടങ്ങി. അവർക്ക് സന്തോഷമായിട്ടോ, വീണ്ടും പാർക്കിൽ കയറിയല്ലോ എന്നൊരു സന്തോഷം. അവരുടെ മുഖത്ത് ഹാപ്പിനെസ് തന്നെ കണ്ടില്ലേ. എത്ര കളിച്ചാലും മതി വരാത്ത സ്ഥലമാണല്ലോ അവർക്കിത്. അപ്പോൾ പിന്നെ പേരൻസും ടീച്ചേഴ്സും അവരുടെ കൂട്ടത്തിൽ അങ്ങ് കൂടി. വീട്ടിൽ നിന്ന് പോകുന്നത് പോലെയല്ലല്ലോ, അവരുടെ ഫ്രണ്ട്സുമായി പോകുമ്പോൾ അവർക്കും അതൊരു ഹാപ്പിയല്ലേ. അത്രയേ ഉള്ളൂ. കുഞ്ഞുമക്കളെല്ലാം വളരെ ഹാപ്പിയിലാണ് കളിച്ചു കൊണ്ടിരുന്നത്. ബോട്ടെല്ലാം അവർ
തന്നെ ഓടിക്കാമെന്നൊരു സന്തോഷത്തിലാണ് അവരിപ്പോൾ അതെല്ലാം ഓടിച്ചു പോകുന്നത്. ടൂറ് പോകുമ്പോൾ വേറെയും ഒരുപാട് സ്കൂളിൽ നിന്ന് ടൂർ വരുമല്ലോ, അതുകൊണ്ടാണ് യൂണിഫോം നിർബന്ധമാക്കിയത്. അത് നല്ലത് തന്നെയല്ലേ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ചെയ്യൂ. പിന്നീട് ഞങ്ങൾ ബീച്ചിലോട്ട് നടന്നു. അങ്ങനെ കുറച്ച് വെയിലുണ്ടായിരുന്നു, എങ്കിലും ഞങ്ങൾ സമയപരിധി മൂലം ബീച്ചിലോട്ട് നടന്നു. അങ്ങനെ അവിടെ കുറച്ച് നേരം കളിച്ചു. കുട്ടികൾ മാത്രമല്ല കേട്ടോ, അമ്മമാരും ടീച്ചേഴ്സും അതിൽ പങ്കെടുത്തു. അത് കഴിഞ്ഞ് തിരിച്ചു മടങ്ങി. കണ്ണെത്താ ദൂരത്തുള്ള കടലിനെയും കണ്ട് ഞങ്ങൾ മടങ്ങി. പോകുമ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ഉപ്പിലിട്ടത് കഴിച്ചാലോ? ഓക്കെ. വീണ്ടും ഞങ്ങൾ വണ്ടിയിൽ കയറി അങ്ങനെ തിരിച്ചു യാത്രയായി. അങ്ങനെ ഈ വർഷത്തെ ടൂറ് അവസാനമായി. ഒരുപാട് ഓർമ്മകളും കുറച്ച് വിഷമവും അതിലേറെ സന്തോഷത്തോടുകൂടി ഞങ്ങൾ എല്ലാവരും പിരിഞ്ഞു. എല്ലാവരും വീട്ടിലോട്ട് യാത്രയായി. വീഡിയോ ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ.